ഇവിടെ മനാഫ് ചേർന്നു. ശ്രീ മനാഫ്, കേൾക്കാം, എന്നെ കേൾക്കാമോ? അവിടെ ഇപ്പോൾ കേൾക്കാം സാർ. രാവിലെ മുതൽ മനാഫ് കൃത്യമായ കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? രക്ഷാദൗത്യം എത്രത്തോളം ആക്റ്റീവായി നടക്കുന്നു? കാര്യം രാത്രിയാവുന്നു മനാഫ്. ഇപ്പൊ ഇത് ആക്റ്റീവ് ആയത് ഉച്ച മുതലാണ് സാർ. ഉച്ച മുതല് ഇത് മുഴുവൻ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാര് എല്ലാരും ഒരു എഫേർട്ട് കൊണ്ട് ആ ഇപ്പോഴാണ് അത് എന്തായത്. 3 ദിവസമായിട്ട് ഞാൻ എന്റെ ബ്രദറും എല്ലാരും ഇവിടെ ഉണ്ട്. ഒരു തരത്തിലുള്ള ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഇപ്പം എന്താ പറഞ്ഞാൽ ഇപ്പൊ ഫുൾ ഞമ്മക്ക് വേണ്ടിയിട്ടാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ ഇരുടായി, ഇവിടെ ഫുൾ ഇരുടാണ്. പക്ഷെ തെരച്ചിൽ നിർത്തിയിട്ടില്ല. അല്ല മനാഫെ, നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഈ എഫർട്ട് ഒരു ഇന്നലെ ഉച്ച മുതലെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഇതിനോടകം വീട്ടിലെത്തുമായിരുന്നു അല്ലേ? അതെ അതെ അതെ. അതിലും വേറൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നലാണ് മീഡിയയിൽ വരുന്നതെങ്കിൽ കുറച്ചും കൂടി സാർ ഈ ಬರ್ತೀನಿ ಸರ್. ಅವ್ರು ಬರ್ತಾರೆ. മനാഫ് ഈ സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സാർ ഇപ്പൊ IG വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു. ഇപ്പോഴാണ് ഇത് തുടങ്ങിയത് സാർ. അവിടെ മഴയുണ്ടോ മനാഫെ? മഴ ഇപ്പൊ നിന്നിക്കണേ. അതുകൊണ്ടാണ് മഴ വരുന്ന വരെ എന്തായാലും എടുക്കുന്ന പറഞ്ഞത്. അതിനിപ്പോ എത്ര കുറച്ച് നേരം വെയ്യാലും കുഴപ്പമില്ല, എടുക്കുമെന്ന് പറഞ്ഞിക്കണേ. IG ഇവിടെ ഉണ്ട്. ഓക്കെ മനാഫ്, ഒറ്റ കാര്യം കൂടെ. ഈ അവിടെ എല്ലാവരും പറയുന്നത് അവിടുത്തെ മണ്ണ്, നമ്മൾ ഇപ്പോഴാണ് ദൃശ്യങ്ങൾ കാണുന്നത്, ഭീകര ദൃശ്യങ്ങളാണ്, ഒരുപാട് മണ്ണാണ്. മണ്ണ് മൊത്തം മാറ്റി നടക്കില്ല, കളി നടക്കില്ല. ഈ മണ്ണ് മൊത്തം മാറ്റി വണ്ടി എടുക്കൽ നടക്കുകയില്ല. അപ്പൊ അതല്ലാതെ ഒരു പ്ലാൻ വേണം. ആ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ടോ അവിടെ? ഒരിക്കലും കഴിയില്ല. ഇൻ കേസ് ഇപ്പം IG പറഞ്ഞു തന്ന ഒരു IG പറഞ്ഞ ഒരു വാക്കെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മളെ വണ്ടി കണ്ടെത്താണെങ്കിൽ ഓനെ അർജുനെ ഉള്ളിന്ന് എടുത്തിട്ട് റെസ്ക്യൂ സ്റ്റോപ്പ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. മനാഫ്, മെറ്റൽ ഡിറ്റക്ടർ വന്നോ? അത് വെച്ച് പരിശോധന തുടങ്ങിയോ? അതിന് സാർ മെറ്റൽ ഡിറ്റക്ടറിന് ആകെ 2 ഫൂട്ട് മാത്രമേ മെറ്റൽ ഡിറ്റക്ടറിന് ഇതുള്ളൂ, കപ്പാസിറ്റി ഉള്ളൂ. അതിനേക്കാൾ ആഴത്തിൽ അപ്പൊ വണ്ടി പോയി അല്ലേ? പോയി. അല്ല മനാഫ്, ഞാൻ ഈ ഭാരത് ബെൻസിന് ഒരാളോട് സംസാരിക്കുമ്പോൾ ഇതിന്റെ ക്യാബിനൊക്കെ നല്ല സ്ട്രോങ് ക്യാബിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെ എത്തിപ്പെടുക എന്നുള്ളതാണ്, വണ്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മനാഫ്. അതിനുള്ളിൽ അർജുൻ സേഫ് ആണ്, തർക്കമാക്കരുതില്ല. ജസ്റ്റ് അതൊന്ന് കണ്ടു കഴിഞ്ഞാലേ ഇപ്പൊ അതിന്റെ ഇത് അറിയുള്ളൂ. ഇതില് കൂടുതൽ കല്ലുകളില്ല, മണ്ണാണ് കൂടുതലുള്ളത്. ഇൻ കേസ് കല്ല് വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡാമേജ് ആവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഡാമേജ് ആവൂല. ഈ മണ്ണിന്റെ മുകളിൽ ഡാമേജ് ആവൂല. എനിക്കൊന്ന് ക്യാബിൻ കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള ക്യാബിനാണെന്ന് തോന്നുന്നു അല്ലേ? ഒരാൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ക്യാബിന് വലിയ ഡബിൾ ഡക്കർ ബർത്തൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ. എടുക്കാൻ പറ്റും, അർജുന എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കഴിക്കാനൊക്കെ ഉള്ള ഫുഡ് ഉണ്ട്. ആണല്ലേ? ഈ വണ്ടിക്കുള്ളിൽ അർജുന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്? അതെ, നോർമലി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലാണ്. ഇത് ഈ വണ്ടി കാട്ടിലേക്കാണല്ലോ പോവുക. അവിടെ റെസ്റ്റോറന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്ക് ഉണ്ടാവും. ഇതിന് GPS സിഗ്നൽ അത് നിരന്തരം അപ്ഡേറ്റ് ചെയ്ത് വരുന്നത് അറിയാൻ പറ്റുമോ? അതോ നമുക്ക് നേരത്തെ കിട്ടിയ ആ GPS സിഗ്നൽ തന്നെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ കിട്ടും? എന്നാൽ നമുക്ക് നേരത്തെ കിട്ടിയ ആ GPS സിഗ്നൽ അതേ സ്ഥലത്ത് തന്നെയാണ്? അതെന്താണ്, വണ്ടി അവിടെ തന്നെ കിടപ്പുണ്ട് അല്ലേ? ഉണ്ടെന്നാണ് ഭാരത് ബെൻസിലെ എഞ്ചിനീയർ പറയുന്നത്. മനാഫും ചെറിയൊരു 10 മീറ്റർ 20 മീറ്ററിന്റെ ചെറിയ വ്യത്യാസമുള്ള. മനാഫൊക്കെ ഇന്നലെ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരോട് ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്, പിന്നാലെ നടക്കുന്നുണ്ട്. ഒന്നും കേട്ടിരുന്നില്ല. ഇന്ന് ഉച്ച മുതലാണ്. എന്തായാലും ഭാഗ്യം, ഉച്ച മുതലെങ്കിലും തുടങ്ങി. ഇതിനൊരു ഇതുണ്ടായത്. മറ്റേത് ഒരു വില പോലും ഇല്ലേനു. ഇന്ന് മൊത്തം ഈ ഒരു എഫേർട്ടിന്റെ പിന്നിൽ മൊത്തം മലയാളികളെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടാൽ മതിയേന്. ഇത്രയും എഫേർട്ട് കേരളത്തിലുള്ള എല്ലാവരുടെ പ്രാർത്ഥനയും അതിനൊരു ഫലം കിട്ടണ അവൻ ജീവനോടെ കഴിച്ചിലായാൽ മതിയേന്. കഴിച്ചില്ലോ, രക്ഷപ്പെടും, തർക്കമാക്കരുതില്ല, അത് കഴിച്ചില്ലോ. ഓക്കെ മനാഫ്, ഇടയ്ക്ക് വിളിക്കാം മനാഫ്, ഇടയ്ക്ക് വിളിക്കാം.